കേരളം ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം 1956 കേരളം രൂപപ്പെടുന്നത് നവംബർ 1. അതിനു മുമ്പ് കേരളം നമുക്ക് ഒരു പൊതുവെ പറഞ്ഞാൽ 3 ഖണ്ഡങ്ങളായിരുന്നു. പമ്പയാറിന് തെക്ക് ഭാഗമുള്ള പഴയ ഒരു ആയിരാജ്യം, നമ്മുടെ കോഴിക്കോട് കോരപ്പുഴയ്ക്ക് വടക്കുള്ള ഒരു മൂഷിക രാജ്യം, അതിൻ്റെ മധ്യത്ത് കിടക്കുന്ന ചേരനാട് അഥവാ ചേരരാജ്യം. അപ്പോൾ ചേരരാജ്യം എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ഏതാണ്ട് കടൽ തീരം മുതൽ ഏതാണ്ട് സേലം വരെയുള്ള പ്രദേശങ്ങൾ, നമുക്ക് ഏകദേശം, കാര്യം ഇതിൻ്റെ അതിർത്തി എപ്പോഴും കൃത്യമായിരുന്നില്ല. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പ്രൗഢി പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ഈ സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നല്ലോ അന്നത്തെ ഈ ഓരോ രാജാക്കന്മാരുടെ ശൂര പരാക്രമങ്ങളൊക്കെ പ്രകീർത്തിക്കപ്പെടണമെങ്കിൽ അതായിരുന്നു അന്നത്തെ ഒരു മാർഗമെന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള കൊള്ളയും കയ്യേറ്റങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിർത്തി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം ഇതായിരുന്നു അതിൻ്റെ സ്ഥിതി. നമുക്ക് ഇതിനെക്കുറിച്ചൊരു വിവരം കിട്ടുന്നത് AD 150-നും 165-നും ഇടയ്ക്ക് ടോളമി തയ്യാറാക്കിയ ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ്. അത് അദ്ദേഹം ഈ ബാരിസ് മുതൽ കുമരി വരെ ആയോയി രാജ്യമാണെന്ന് പറയുന്നുണ്ട്. ഒരു പ്രൊണൗൺസിയേഷൻ്റെ ഒരു വൈകല്യമാകാം. ആയോയി എന്ന് പറയും, ആയി രാജ്യമെന്നാണ്. ബാരിസ് പമ്പയാണ് എന്ന് ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. കുമരി കന്യാകുമാരി തന്നെയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കേരളത്തിൽ പെട്ടിരുന്നില്ല. നമ്മുടെ കോഴിക്കോട് കോരപ്പുഴ മുതൽ ഉള്ള മലബാർ അടക്കമുള്ള പ്രദേശങ്ങളും ഈ കേരളത്തിൽ പെട്ടിരുന്നില്ല. കാര്യം ഈ കേരളം രൂപപ്പെട്ടത് ചേരളമാണ് കേരളമായി മാറിയെന്നാണ്. അതിന് നമുക്ക് പറയുന്നത് സാധാരണ തെക്കോട്ട് ഈ ചീരയ്ക്ക് കീര എന്നാണ് പറയുക. ചീരയ്ക്ക് നമ്മൾ ഇവിടെ തിരുവനന്തപുരത്തുകാരൊക്കെ കീര എന്ന് പറയും. കൊല്ലം എനിക്കറിയില്ല, എന്നാലും തിരുവനന്തപുരത്ത് അതാണ് എൻ്റെ രീതി. ഈ തുളു ഭാഷയിൽ ഈ ചേനയ്ക്ക് പറയുന്ന കേനയെന്നാണ്, ചേരയ്ക്ക് പറയുന്ന കേരയെന്നാണ്. അപ്പോൾ ചകാരവും കകാരവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ചേരളം എന്നുള്ളൊരു പ്രയോഗം സംഘകാല കൃതികളിൽ പ്രയോഗമുണ്ട്. അപ്പോൾ ചേരളം തന്നെ ആവണം ഉച്ചാരണ വ്യതിയാനം വന്ന് കേരളമായി മാറിയത്. അങ്ങനെയെങ്കിൽ ചേര രാജ്യത്തിൽ ആണ് കേരളമായി മാറിയത്. ഈ കേരളത്തിൽ ഈ പമ്പയാറ്റിന് തെക്കും കോരപ്പുഴയ്ക്ക് വടക്കുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് 56 മുതലുള്ള പഴക്കമേ അതിന് കൽപ്പിക്കാനാവൂ. അതിനു മുമ്പുള്ള കേരളത്തിൽ പെട്ടിരുന്നവരല്ല തെക്കും വടക്കുമുള്ള മലയാളികൾ എന്ന് പറയേണ്ടി വരും. അത് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ 2ാം ചേര സാമ്രാജ്യം മുതൽ തുടങ്ങണം. 2ാം ചേര സാമ്രാജ്യം തന്നെ വിവാദഗ്രസ്തമാണെങ്കിലും നമുക്ക് പൊതുവേ പറയാവുന്നത് 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ബ്രാഹ്മണ്യത്തിൻ്റെ ആശീർവാദത്തോടും അവരുടെ സ്വാധീനത്തോടും കൂടി ആരംഭിച്ചാണ് ഈ 2ാം ചേര സാമ്രാജ്യം. അതൊരു ഫെഡറൽ സംവിധാനമായിരുന്നു. ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു നാട്ടുരാജ്യങ്ങളിലെ ഒരു മധ്യസ്ഥൻ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു തലവൻ എന്നുള്ള നിലയ്ക്ക്. ആ പേര് തന്നെ രാജാവ് എന്നോ ചക്രവർത്തി എന്നല്ല, പെരുമാളെന്നാണ്. പെരുമയുള്ള ആൾ, മറ്റുള്ള ആളുകളിൽ, മറ്റുള്ള ഭരണാധികാരികളിൽ ഉന്നതൻ എന്നുള്ളൊരു സങ്കല്പമായിരുന്നു അന്ന് കൊടുക്കുന്നത്. അവരുടെ ഒരു ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അതിൽ ഒരുപാട് അംഗരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ അംഗരാജ്യങ്ങൾ ഒന്നാണ്, അതിൽ പ്രസിദ്ധമായ ഒരു അംഗരാജ്യമായിരുന്നു വേണാട്. വേണാടെന്ന് പറയുന്നത് വേളുകളുടെ നാട് എന്നുള്ള അർത്ഥത്തിലാണ്. വേളെന്ന് പറഞ്ഞാൽ കർഷക പ്രഭുക്കന്മാരെ ആണ് സാധാരണ വേൾ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കൃഷിഭൂമിയെയും വേളെന്ന് പറഞ്ഞിരുന്നു, ഒരു മത്സ്യത്തിനെയും വേളെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് പൊതുവെ എടുക്കാവുന്ന വേൾ പ്രഭുക്കന്മാരുടെ ഇടം എന്നുള്ള നിലയ്ക്കാവാം വേൾനാട് ആണ് പിന്നെ വേണാടായത് എന്ന് പൊതുവെ ഭാഷാശാസ്ത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഈ ഇന്നത്തെ കൊല്ലം ജില്ലയും ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയും ഇന്നത്തെ കന്യാകുമാരി ജില്ലയും, അതിപ്പോൾ തമിഴ്നാട്ടില, ഇത് 3ഉം കൂടെ ചേർന്ന പ്രദേശമാണ് പൊതുവെ അന്ന് വേണാട് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വേണാട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി രൂപം കൊണ്ട പെരുമാൾക്കന്മാർ, അത് 13 പേരുണ്ടെന്ന് ഇളംകുളം പറയുന്നുണ്ട്. അതല്ല 11 പേരേ ഉള്ളൂ എന്ന് MGS പറയുന്നുണ്ട്. രണ്ടായാലും അത്തരം ഒരു സാമ്രാജ്യം നിലനിന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
അതിലെ അവസാനത്തെ രാജാവ് രാമവർമ്മ കുലശേഖരൻ ആണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ചോളന്മാരുമായി നിരന്തരം യുദ്ധത്തിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് എല്ലാവരും യോജിക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ അവസാനം 1102 കുലോത്തുംഗ ചോളൻ, നിരന്തരമായ യുദ്ധത്തിന് ശേഷം ഈ കുലോത്തുംഗ ചോളൻ ഏതാണ്ട് നമ്മുടെ കേരളമാകെ കീഴടക്കുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ആദ്യമായി ഈ ചാവേറുകളെ സൃഷ്ടിക്കുന്നത് അവസാനത്തെ ചേര രാജാവായ രാമവർമ്മ കുലശേഖരനാണ്. അതേ ചാവേറുകളെ സൃഷ്ടിച്ചു. ചാവേറുകൾ മുദ്രാവാക്യം ഇതാണ്: ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക. അതിന് ഇടയ്ക്കുള്ള മറ്റൊന്നുമില്ല. ഒന്നുകിൽ കൊന്നിട്ട് വരിക അല്ലെങ്കിൽ ജയിച്ചിട്ട് വരിക. അപ്പോൾ അതായത് തലയും പുരികവും മീശയൊക്കെ വടിച്ച് ചെമ്പരത്തിപ്പൂ മാല ചൂടിയാണ് അവർ പോകുന്നത്. അവർക്ക് യുദ്ധ നിയമങ്ങൾ ബാധകമല്ല. പഴയ നിയമം അനുസരിച്ചാണ് സൂര്യൻ ഉദിച്ചാലേ ആയുധം എടുക്കാവൂ, സൂര്യൻ അസ്തമിച്ചാൽ ആയുധം മടക്കണം എന്നൊക്കെ ഒരു നിയമം. ആ നിയമം ഇവർക്ക് ബാധകമല്ല. ഇവർക്ക് പാതിരാത്രിയും കയറി തീയിടാം, ആരെയും കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ധർമ്മ നീതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഇവരുടെ യുദ്ധം. ഇത് ചോളന്മാരെ സംബന്ധിച്ച് അവർക്കൊരു പരിചയമില്ലാത്തൊരു യുദ്ധമുറയാണ്. അങ്ങനെ ഈ ചോള കേന്ദ്രങ്ങളിലേക്ക് അവർ കയറി തീയിടുകയും ചോളന്മാരുടെ അവരുടെ ഒരു ധൈര്യം ചോർന്നു പോവുകയും അവരേതാണ്ട് പിൻവാങ്ങുകയും ചെയ്യുകയും ചെയ്തു. അവർ പിൻവാങ്ങി പോകുന്ന കാലഘട്ടത്തിൽ ഈ കൊടുങ്ങല്ലൂർ പട്ടണമാകെ അവർ തീയിട്ടു. അപ്പോൾ ഇന്നത്തെ പോലെ ഓടും അതുപോലുള്ള സംവിധാനം ടെറസൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പട്ടണമാകെ വെന്തു എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ പിന്നെ കേന്ദ്രീകൃത ഭരണം നഷ്ടപ്പെട്ടു. ഈ തലസ്ഥാനത്ത് നിന്ന് അവസാനത്തെ ചേര രാജാവായ രാമവർമ്മ കുലശേഖരനും മകൻ കോതവർമ്മയും കൂടി കൊല്ലത്തേക്ക് മാറി താമസിക്കുന്നു. അങ്ങനെയാണ് കൊല്ലത്തിന് രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. 1102 എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ 1-2 വർഷത്തെ വ്യത്യാസം ഉണ്ടാവാം. കാരണം 1102 അദ്ദേഹത്തിൻ്റെ ശിലാലിഖിതം രാമേശ്വരം ക്ഷേത്രത്തിലുണ്ട്. അത് കൊല്ലത്തൊരു രാമേശ്വരം ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ശിലാലിഖിതം 1102 അത് വെച്ചുകൊണ്ടാണ് ആ ഡേറ്റ് പറയുന്നത്. അവിടെ വന്നു. അതോടുകൂടി കൊല്ലത്തിന് ഒരു പുതിയ പേര് കിട്ടി, തെൻവഞ്ചി. അതായത് നമ്മൾ കൊടുങ്ങല്ലൂരിന് വഞ്ചി എന്നാണ് പറയുക. അതാണ് വഞ്ചി ഭൂപതി പരം സഞ്ചിതാപം ജയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ വഞ്ചീശമംഗളമൊക്കെ പണ്ടുള്ളൂർ എഴുതിയ അതുകൊണ്ടാണ്. അപ്പോൾ ഈ വഞ്ചി എന്നുള്ള ഒരു പേര് തെൻവഞ്ചി എന്ന് കൊല്ലത്തിന് കിട്ടുന്നത്. അതാണ് കൊല്ലത്തിൻ്റെ പ്രാധാന്യം. ഈ കൊല്ലത്തിൻ്റെ അതായത് വേണാട് ഏതാണ്ട് സ്വതന്ത്രമായി തന്നെ വിചാരിക്കും. കേന്ദ്രീകൃത ഭരണം നഷ്ടപ്പെടുമ്പോൾ ഈ അംഗരാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അക്കൂട്ടത്തിൽ വേണാടും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ വേണാടിനെ സംബന്ധിച്ചിടത്തോളം വേണാട് ഛിന്ന ഭിന്നമായി പോകാതിരിക്കാൻ ഈ നമ്മുടെ രാമവർമ്മ കുലശേഖരൻ്റെ മകൻ കോതവർമ്മ ഇവിടെ കീഴ്പേരൂർ, അതായത് കിളിമാറിനടുത്ത് കീഴ്പേരൂർ എന്ന് പറയുന്ന ഒരു വലിയ പ്രാമാണിക കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തു. അപ്പോൾ അവർ വേണാടരാണ്. പഴയ വേണാട്ടിലെ പ്രജകളും അവിടുത്തെ പ്രമാണിയുമായിരുന്നു ഈ കീഴ്പേരൂർ കുടുംബക്കാർ. മറിച്ച് ഈ കോതവർമ്മ ചേര രാജ്യത്തിൻ്റെ പിൻഗാമിയുമാണ്. അപ്പോൾ അച്ഛൻ വഴി ഇവരുടെ മക്കളൊക്കെ അച്ഛൻ വഴി ചേരന്മാരും അമ്മ വഴി വേണാടരുമാണ്. ഈ കോതവർമ്മയ്ക്ക് 4 ആൺമക്കളുണ്ടായി. ഈ കേരളവർമ്മ, രാമവർമ്മ, മാർത്താണ്ഡവർമ്മ എന്നൊക്കെ പറഞ്ഞ 4 മക്കൾ. ഇവരാണ് പരമ്പരയായി വേണാട് ഭരിക്കുന്നത്. പിന്നീട് സാധാരണഗതിയിൽ നമ്മൾ ഈ കുടുംബത്തിൽ ഒരു ഇഷ്ടം പോലെ സ്വത്തുള്ള ഒരു കുടുംബത്തിൽ തലമുറകൾ മാറുമ്പോൾ വസ്തു വീതം വയ്ക്കേണ്ടി വരില്ല. അതുപോലെ ഇവർ രാജ്യം അങ്ങ് വീതം വെച്ചു. അങ്ങനെ കൊല്ലം എന്ന് പറയുന്ന ദേശിങ്ങനാട്, തൃപ്പൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം, ഇളയിടം എന്ന് പറയുന്ന കൊട്ടാരക്കര, പേരകം എന്ന് പറയുന്ന നെടുമങ്ങാട്, അങ്ങനെ വേണാട് 4 താവഴികളായി പിരിയുക. ഈ 4 താവഴികളിൽ തൃപ്പാപ്പൂരിൻ്റെ കേന്ദ്രം ആയി തിരുവനന്തപുരം മാറി. തലസ്ഥാനം തിരുവനന്തപുരം അല്ലെങ്കിലും തിരുവനന്തപുരം കേന്ദ്രീകൃത സ്ഥാനമായി മാറുന്നതിനുള്ള പ്രധാന കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇതിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യം, ചരിത്രകാരന്മാരുടെ കണ്ണിൽ പലരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ഈ കേന്ദ്രീകൃത ഭരണം നഷ്ടപ്പെട്ട് ചേരരാജ്യത്തിലെ അംഗരാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ
മഹാക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ചില രാജ്യങ്ങൾ രൂപപ്പെട്ടു. അതാണ് ടെമ്പിൾ സ്റ്റേറ്റ്സ് അഥവാ ക്ഷേത്ര രാജ്യങ്ങൾ എന്നതിന് പറയും. അതിലൊരു ക്ഷേത്ര രാജ്യമായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ഒരു രാജ്യം. അതാണ് തൃപ്പാപ്പൂര് എന്ന് പിൽക്കാലത്ത് പേര് വന്നത്. ഇടപ്പള്ളി അത്തരത്തിൽ രൂപപ്പെട്ട ഒരു രാജ്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റുമാനൂര് ഇതിനൊക്കെ സങ്കേതമെന്നും പറഞ്ഞു. സങ്കേതം, മതിലകം, ക്ഷേത്രരാജ്യം, ടെമ്പിൾ സ്റ്റേറ്റ്, അങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം ബ്രാഹ്മണ സഭകളാണ് ഭരിച്ചിരുന്നത്. ഒരു പ്രാകൃത ജനാധിപത്യം അവിടെ നിലനിന്നിരുന്നു. ഏകാധിപത്യ വാഴ്ചയല്ല, മറിച്ച് ഒരുതരം ഫ്യൂഡൽ സമ്പ്രദായമൊന്നും പറയാൻ പറ്റില്ല. ഈ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു സഭയുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രം ഭരിക്കുന്നൊരു സഭയുണ്ട്. ആ സഭയാണ് ഇതിൻ്റെ ബാഹ്യവും ആഭ്യന്തരവും ആയ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെ അതാണ് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 8:30 യോഗം. 8:30 യോഗത്തിനെ കൊടുക്കുന്നതൊന്ന് സൂചിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. പലരും പറയുന്നത് 8 ബ്രാഹ്മണരും രാജാവും. ചിലർ പറയുന്നത് അങ്ങനല്ല, 8 ബ്രാഹ്മണരും കണക്കെഴുതുന്ന കരണത്താ കുറുപ്പ്, അദ്ദേഹത്തിന് വോട്ടാണ്, അങ്ങനെ 8:30. പക്ഷേ നമ്മൾ പഴയ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 ആര്യയോഗമാണ് 8:30 യോഗമായി മാറിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഈ നമ്മുടെ രാമേശ്വരം രേഖയിൽ പറയുന്നുണ്ട്, ആര്യരോട് വന്ന വിരോധത്തിന് രാജാവിനെ കൊണ്ട് പിഴമൂളിക്കുകയാണ്. അതാണ് രാമേശ്വരം രേഖ പറയുന്നത്. ആര്യരോട് വന്ന വിരോധത്തിന് ക്ഷത്രിയരായ രാജാവ് പിഴമൂളണമെങ്കിൽ ആര്യനെന്ന് പറയുന്നത് ബ്രാഹ്മണ്യം തന്നെയാവണം. അപ്പോൾ ബ്രാഹ്മണ്യത്തിന് ആര്യനെന്ന് പറയുന്നൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അതാണ് തിരുവനന്തപുരത്തെ ആര്യയോഗം, 8:30 യോഗം, 8 ആര്യയോഗം 8:30 യോഗമായി മാറിയെന്നാണ് നമ്മുടെ സാമാന്യ വ്യക്തി നമ്മളെ ബോധ്യപ്പെടുന്നത്.